നമസ്കാരം. ചില ആളുകൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ധാരാളം പണം ഉണ്ടാക്കാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ആ ഒരു സാഹചര്യത്തെ യൂട്ടിലൈസ് ചെയ്ത് ചില പണങ്ങളുണ്ടൊക്കെ ഉണ്ടാക്കും. അത്രയൊരു കഥയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ. ആ വീഡിയോയിലൊരു മജീഷ്യനാണ്. ആ പയ്യന് കയ്യിലുള്ള കുറേ കാർഡ്സ് അവൻ പറയുകയാണ്, നിങ്ങൾ 5 മുതൽ 12 വരെയുള്ള ഒരു അക്കം മനസ്സിൽ വിചാരിക്കുക എന്ന് പറയുന്നു. നമ്മൾ വിചാരിക്കുന്നു. അവൻ എന്നിട്ട് കാർഡ് കാണിക്കുമ്പോൾ അവൻ പറയുന്ന നമ്പറാണോ നമ്മൾ വിചാരിച്ചതെന്ന് ചോദിക്കുകയാണ്. ആണെങ്കിൽ ആ പോസ്റ്റ് ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക എന്ന് പറയും. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം മനസ്സിൽ കണ്ട നമ്പർ 7 ആയിരുന്നു. ഇവൻ കാണിച്ച കാർഡിലെ നമ്പറും 7 ആയിരുന്നു. ഞാൻ ലൈക്ക് ചെയ്തു, ഞാൻ ഷെയറും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരു മാജിക്കും ഇല്ല. അതിനകത്തുള്ള മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വീഡിയോ കാണുന്ന 10 പേര് ചിലപ്പോൾ കാണും. അതിൽ ഒരാൾ വിചാരിക്കുന്ന നമ്പർ ആയിരിക്കും ഇവൻ കാണിക്കുന്നത്. ബാക്കി 9 പേര് കാണിക്കുന്ന നമ്പറും ഇവന് കാണിക്കുന്നില്ല. അപ്പോൾ അവരതിനകത്ത് ലൈക്കും ചെയ്യില്ല, ചിലപ്പോൾ കമൻറ്റും ചെയ്യത്തില്ല, ഷെയറും ചെയ്യത്തില്ല. പക്ഷേ 10 പേരിൽ ഒരാളായ ഒരു വ്യക്തി, അതായത് ചിലപ്പോൾ ഞാനാണ് കണ്ട് ഞാൻ ലൈക്ക് ചെയ്തെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളുള്ള എല്ലാവരിലേക്കും ഈ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കമെൻഡായിട്ട് പോകും. അങ്ങനെ 10 പേര് കണ്ട വീഡിയോ ചിലപ്പോൾ 100 പേര് കാണും. ചിലപ്പോൾ 100 പേര് കണ്ട വീഡിയോയ്ക്കകത്ത് ഇവൻ കാണിക്കുന്ന കാർഡ് 10 പേര് ചിലപ്പോൾ ഓക്കെ പറയും, ബാക്കി 90 പേര് ചിലപ്പം ഒന്നും പറയത്തില്ല. അങ്ങനെ ആൾക്കാർ മറിഞ്ഞ് ലക്ഷങ്ങളാവും, ചിലപ്പോൾ അത് കോടികളിലേക്ക് എത്തും. 1,00,000 ആൾക്കാർ കണ്ട വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ 100 പേർക്കായിരിക്കും ഇത് ഓക്കെ ആവുന്നത്. ആ 100 പേരുടെ മനസ്സിലെ ധാരണ ഇവൻ വലിയൊരു മജീഷ്യനാണെന്നാണ്. ബാക്കിയുള്ള ആളുകളുടെ ധാരണ ഇവൻ പറഞ്ഞ തെറ്റാണെന്നാണ്. അവന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഞാൻ എന്തിനാണ് ഈ സംഭവം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയാൻ പോകുന്ന കഥയും ഈ ഒരു സംഭവം തമ്മിൽ ബന്ധമുണ്ട്. ഒരു ഗൾഫ് രാജ്യത്ത് നമുക്കെല്ലാവർക്കും അറിയാം, നാട്ടിൽ നിന്ന് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്ത് വളരെ പ്രശ്നം ഉണ്ടാക്കിയ ഒരു സമയമുണ്ട്. ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുകയും കൈക്കൂലി മേടിച്ചതിനൊക്കെ അറസ്റ്റ് ചെയ്യുകയും നമ്മുടെ മലയാളികളായിട്ട് കുറേ ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത സമയമുണ്ട്. ആ ഒരു സമയം കഴിഞ്ഞ് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ലോക്കലി റിക്രൂട്ട്മെൻറ്റ് വരുന്നൊരു സമയം വന്നു. വളരെ സ്ട്രിക്റ്റാണ്. ലോക്കലി റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ്. അതായത് ആ ഗൾഫിൽ രാജ്യത്തുള്ള ജോലി ചെയ്യുന്ന പ്രൈവറ്റിലോ അല്ലെങ്കിൽ ജോലി ഇല്ലാതെ നിൽക്കുന്ന നേഴ്സുമാർക്ക് ഗവൺമെൻറ്റിലേക്ക് നല്ല ശമ്പളത്തിൽ ജോലിക്ക് എടുക്കുകയാണ്. അപ്പം ആ നിൽക്കുന്ന സമയത്ത് മലയാളിയായൊരു വ്യക്തി, അദ്ദേഹം പൊതുവെ എല്ലാവരോടും പറഞ്ഞു അയാൾക്ക് പോസ്റ്റിങ്ങിനകത്തൊരു വാസ്തവമുണ്ട്. അതായത് ഒരു പക്ഷേ 1000 പേരായിരിക്കും അപേക്ഷിക്കുന്നത്, വേക്കൻസി ഉള്ളത് 100 പേരൊക്കെ ആയിരിക്കും. ഇയാൾ ശ്രമിച്ച് നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ 100-നകത്ത് ആക്കാം എന്ന് പറഞ്ഞു. നമ്മൾ പരീക്ഷ എഴുതണം, ഇൻ്റർവ്യൂ നന്നായിട്ട് പാസ്സാവണം, എങ്കിൽ മാത്രമേ നമുക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പരീക്ഷ എഴുതാതിരിക്കുന്നതല്ല, ഇൻ്റർവ്യൂ പാസ്സാവണം, പരീക്ഷ എഴുതണം. പക്ഷേ ഇത്രയും പേര് വരുമ്പോൾ ചിലപ്പം എലിജിബിളായിട്ടുള്ള 1000 പേര് പരീക്ഷ എഴുതാൻ ചിലപ്പോൾ 500 പേര് കാണും എലിജിബിൾ. പക്ഷേ അതിൽ ഈ 100 പേരെ സെലക്ട് ചെയ്തുള്ളൂ. ഇയാൾ ശ്രമിച്ച് അതിൽ നിങ്ങളെ 100 പേര് ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ തരുകയാണെങ്കിൽ അയാൾ ഏകദേശം 8 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു. അങ്ങനെ പൈസ മേടിച്ചു. സപ്പോസ് ജോലി ശരിയായില്ലെങ്കിൽ പൈസ തിരിച്ചു തരാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് അയാൾ പൈസ മേടിച്ചത്. ജോലി ശരിയാകും എന്ന് തന്നെ ഉറപ്പിച്ചാണ് അയാൾ പൈസ മേടിച്ചത്. അങ്ങനെ ആൾക്കാർ ചെയ്തു. കുറേ ആൾക്കാർക്ക് ജോലി ലഭിച്ചു. എന്നാൽ കുറച്ച് ആൾക്കാർക്ക് ജോലി ലഭിച്ചില്ല. ഈ ജോലി ലഭിക്കാത്ത ആൾക്കാർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് അയാളെ കോൺടാക്ട് ചെയ്യും. സ്വാഭാവികമായിട്ട് ഇവർ കരുതി ഇയാൾ പറ്റിച്ചാന്ന് കരുതി. പക്ഷേ വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുത്തു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല. ഓക്കെ, ഞാൻ മാക്സിമം ട്രൈ ചെയ്തായിരുന്നു, പറ്റിയില്ല, പല കാരണങ്ങൾ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഇന്ന് വൈകിട്ട് വരൂ, നിങ്ങളുടെ പൈസ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. അവർ വൈകിട്ട് തന്നു. അവരുടെ പൈസ അയാൾ തിരിച്ചു കൊടുത്തു. അങ്ങനെ ജോലി ചെയ്ത ആൾക്കാർ മുന്നോട്ട് പോയി. എന്നാൽ 1 വർഷം 1.5 വർഷം കഴിഞ്ഞപ്പം ഇയാളുടെ റെക്കമെൻഡേഷനിൽ ജോലിക്ക് കയറിയ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായി, അതിനു മുമ്പായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് ഇയാൾ ഓൾറെഡി മിനിസ്ട്രി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1.5 വർഷം കഴിഞ്ഞപ്പം ഈ ജോലിക്ക് കയറിയ ആൾക്കാർക്ക് മനസ്സിലായി ഇയാൾക്ക് മിനിസ്ട്രിയിൽ യാതൊരുമായ പരിചയവുമില്ല. ഇയാൾക്ക് ഒരു മനുഷ്യനെ പോലും അറിയത്തില്ല. ഇയാൾ ആർക്കും മിനിസ്ട്രിയിലുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല. ഇയാൾ യാതൊരുമായ വ്യക്തിയോട് ഒരു വാസ്ത പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇയാൾ ചെയ്ത സംഭവം ഇത്രയേ ഉള്ളൂ. ഇയാൾ റെക്കമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാജിക്കിലെ ട്രിക്ക് പോലെ തന്നെ 10 പേരുടെ നിന്ന് പൈസ മേടിച്ചു. ചിലപ്പം അല്ലെങ്കിൽ 100 പേരുടെ നിന്ന് പൈസ മേടിച്ചു. അതിൽ 10 പേർക്ക് ജോലി ശരിയായി. ജോലി ശരിയായ ആളുകൾ എന്ത് കരുതി? ഇയാൾ പറഞ്ഞുകൊണ്ടാണ് ജോലി ശരിയായെന്ന് കരുതി. ബാക്കി 90 പേരും ജോലി ശരിയായ അത് അയാൾ അടുത്ത് ചെന്നപ്പം അയാൾ അവരുടെ നിന്ന് മേടിച്ച പൈസ കൃത്യമായിട്ട് തിരിച്ചു കൊടുത്തു.
പൈസ തിരിച്ചു കിട്ടിയതുകൊണ്ട് ആർക്കും പരാതിയില്ല. ജോലി കിട്ടിയവർക്ക് ജോലി കിട്ടി, അവർക്കും പരാതിയില്ല. പക്ഷേ ഇയാൾ കള്ളത്തരം വന്ന് കാണിച്ച് ഒന്ന് മനസ്സിലാക്കാൻ 1.5 വർഷത്തോളം ഏകദേശം എടുത്തു. ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കളക്ട് ചെയ്ത് എല്ലാവരും ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇയാളും ഫാമിലിയും ആ രാജ്യത്ത് നിന്ന് ഫുള്ള് വിറ്റ് അവർ വേറെ രാജ്യത്തേക്ക് പോയി. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഏതാണ്ട് 19 ലക്ഷം രൂപ ഈ മനുഷ്യൻ 1-2 മാസം കൊണ്ട് ഉണ്ടാക്കി. ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം 10, 20 അല്ലെ 30 വർഷം ജോലി ചെയ്താൽ ഉണ്ടാക്കുന്ന ഒരു കാശാണ് 50 ലക്ഷത്തിന് 80 ലക്ഷത്തിന് ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇയാളുടെ ആ ഒരു തന്ത്രപരമായ ബുദ്ധി ഉപയോഗിച്ച് വെറും 2-3 മാസം കൊണ്ട് 19 ലക്ഷം രൂപ ഉണ്ടാക്കി ഇയാൾ രക്ഷപ്പെട്ട് കളഞ്ഞു. പലപ്പോഴും ഈ സംഭവിക്കുന്ന ഇത്തരം റെക്കമെൻഡേഷൻസ് ഒക്കെ പിന്നിൽ ഇത്ര ഒരു കഥയാണ്. ആർക്കും പരാതിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ മാജിക്കിൻ്റെ ആ ഒരു ട്രിക്ക് എൻ്റെ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു.